എല്ലാവരും ഹാപ്പി ആണല്ലോ? ഓക്കെ, എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടൊക്കെയാണോ ഇരിക്കുന്നത്? എല്ലാവരും ഹാപ്പി ആണല്ലോ? ഓക്കെ, എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടാണോ ഇരിക്കുന്നത്? ഓക്കെ, കോവിഡൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, നമുക്കിന്ന് കമ്പ്യൂട്ടർ പഠിക്കാം. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചായിരുന്നു, കമൻസ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചായിരുന്നു. അതായത് കമ്പ്യൂട്ടറിന്റെ ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടറിന്റെ ആമുഖം പഠിപ്പിച്ചു. പിന്നെ എന്ത് പഠിപ്പിച്ചു? കമൻസ് ഓഫ് എ കമ്പ്യൂട്ടറിന്റെ ഘടകങ്ങളെ കുറിച്ച് പഠിച്ചു. പിന്നെ ഇനി നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് സിസ്റ്റം യൂണിറ്റ്സ്. പേജ് നമ്പർ 6 എടുത്തേ. എല്ലാവരും പേജ് നമ്പർ 6 എടുത്തേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിസ്റ്റം യൂണിറ്റ്. അതായത് പേജ് നമ്പർ 6 സിസ്റ്റം യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 6 സിസ്റ്റം യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സിസ്റ്റം യൂണിറ്റ് ഈസ് ദ കോർ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. സിസ്റ്റം യൂണിറ്റ് ഈസ് ദ കോർ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ കാതലാണ്. കാതൽ എന്നാണ് പറയുന്നത്. സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ കാതൽ എന്നാണ് പറയുന്നത്. സിസ്റ്റം യൂണിറ്റ് ഈസ് ദ കോർ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു കാതൽ എന്നാണ് പറയുന്നത്. Usually it is a rectangular box placed on or underneath your desk. അതായത് usually it is rectangular box placed on or underneath your desk. Okay, usually it is a rectangular box placed on or underneath your desk ആണ് സിസ്റ്റം യൂണിറ്റ്. എന്താണ്? സാധാരണയായി എന്താ, നിങ്ങളുടെ മേശയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ താഴെയോ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ചതുരാകൃതിയിലുള്ള ഒരു ബോക്സ് ആണ് എന്തെന്ന് പറയുന്നത്? സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സാധാരണയായി നിങ്ങളുടെ മേശയുടെ താഴെയോ ചുവട്ടിലോ അല്ലെങ്കിൽ സാധാരണയായി നിങ്ങളുടെ മേശയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ താഴെയോ സ്ഥാപിച്ചിരിക്കുന്ന ചതുരാകൃതിയിലുള്ള ഒരു ബോക്സ് ആണ് എന്ന് പറയുന്നത് സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത്. ഇൻസൈഡ് ദ ബോക്സ് there are many electronic components that process information. Inside the box there are many electronic components that process information. In this box there are many electronic components that process information. ബോക്സിനുള്ളിൽ വിവരങ്ങളെ പ്രോസസ് ചെയ്യുന്നതിന് എന്തൊക്കെ നിരവധി ഘടകങ്ങളുണ്ട്. ഈ ബോക്സിനുള്ളിലെ വിവരങ്ങളെ പ്രോസസ് ചെയ്യുന്നതിന് നിരവധി ഘടകങ്ങൾ ഉണ്ട്. ഓക്കെ, The most important of these components is the central processing unit. Most important of these components is the central processing unit or CPU. The most important of these components is the central processing unit, CPU or microprocessor, which acts as the brain of your computer. The most important of these components is the central processing unit or CPU or microprocessor, which acts as the brain of your computer. അതായത് ഈ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായും നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറായി പ്രവർത്തിക്കുന്നത് എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU. ഈ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറായി പ്രവർത്തിക്കുന്ന എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU അല്ലെങ്കിൽ എന്താ? മൈക്രോ പ്രോസസ്സർ ആണ്. എന്താണ്? ഈ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഈ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ തലച്ചോറായി പ്രവർത്തിക്കുന്ന എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ എന്തെന്നാ പറഞ്ഞേ? മൈക്രോ പ്രോസസ്സർ ആണ്. ഓക്കെ, ഈ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ തലച്ചോറായി പ്രവർത്തിക്കുന്ന സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ ആണ്. ഓക്കെ, another component is random access memory RAM, which temporarily store information that the CPU
use will the computer is on. Hence is random access memory RAM which temporarily store information that the CPU uses will the computer is on. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാം. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഏതാണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ് അല്ലെങ്കിൽ റാം. ഓക്കെ, അണ്ടർ കമ്പണീസ് ഈസ് റാൻഡം ആക്സസ് മെമ്മറി റാം. അതായത് നന്നായി പ്രവർത്തിക്കുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുമ്പോൾ CPU ഉപയോഗിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുമ്പോൾ CPU ഉപയോഗിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? CPU ഉപയോഗിക്കുന്ന വിവരങ്ങൾ താൽക്കാലികമായി സംഭരിക്കുന്നത്. കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുമ്പോൾ CPU ഉപയോഗിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? താൽക്കാലികമായി സംഭരിക്കുന്നു. എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുമ്പോൾ CPU ഉപയോഗിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ സംഭരിക്കുന്നു. ഓക്കെ, the information stored in RAM is erased when the computer is turned off. The information stored in RAM is erased when the computer is turned off. കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുമ്പോൾ റാമിൽ സംഭരിക്കുന്ന വിവരങ്ങളെല്ലാം എന്ത് ചെയ്യും? മാഞ്ഞു പോകുന്നു. അതായത് കമ്പ്യൂട്ടർ ഓഫ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? റാമിൽ സൂക്ഷിച്ചിരുന്ന വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? മാഞ്ഞു പോകുന്നു. കമ്പ്യൂട്ടർ ഓഫ് ആകുമ്പോൾ റാമിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? മാഞ്ഞു പോകുന്നു. ഓക്കെ, ഇനി എല്ലാവരും ശ്രദ്ധിച്ച് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. കണ്ടോ എന്തിന്റെ പിക്ചറാണത്? ഒരു പിക്ചർ കണ്ടില്ലേ? എന്തിന്റെ പിക്ചറാണത്? CPU-ന്റെ പിക്ചറാണ് അല്ലേ? CPU-ന്റെ പിക്ചറാണ്. CPU-ന്റെ പിക്ചറിൽ 2 എണ്ണം അടയാളപ്പെടുത്താനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു 1 എന്നും 2 എന്നും നമ്പർ ഇട്ടിട്ട് 2 എണ്ണം എന്ത് ചെയ്യാൻ? അടയാളപ്പെടുത്താനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അതിൽ? ഒന്നാമത്തെ ഏതാണ്? ഒന്നാമത്തെ പിക്ചർ ഏതാണ്? CD ഡ്രൈവ്. ഫസ്റ്റ് പിക്ചർ ഏതാണ്? CD ഡ്രൈവ്. രണ്ടാമത്തെ പിക്ചറോ? രണ്ടാമത്തെ പിക്ചർ ഏതാണ്? ഫ്ലോപ്പി ഡിസ്ക്. രണ്ടാമത്തെ പിക്ചർ ഏതാണ്? ഫ്ലോപ്പി ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്ക്. ആദ്യത്തെ പിക്ചർ CD ഡ്രൈവും രണ്ടാമത്തത് ഫ്ലോപ്പി ഡിസ്കും. ആദ്യത്തെ പിക്ചർ ഏതാണ്? CD ഡ്രൈവും രണ്ടാമത്തെ പിക്ചർ ഫ്ലോപ്പി ഡിസ്കും. ഓക്കെ, അതെല്ലാവരും എന്ത് ചെയ്യണം? ടെക്സ്റ്റ് അടയാളപ്പെടുത്തണം കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്കിനി ഹാർഡ് ഡിസ്ക് ഡ്രൈവ് പഠിക്കാം. Your computer hard disk drive store information on a hard disk. Your computer's hard disk drive store information on a hard disk. Your computer's hard disk drive store information on a hard disk. Computer's hard disk drive stores information on a hard disk. A rigid platter or strap of a platter with a magnetic surface. ഓക്കെ, അതായത് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ കാന്തിക പ്രതലത്തിലുള്ള പ്ലേറ്ററുകളിലോ എന്ത് ചെയ്യുന്നു? വിവരങ്ങൾ ശേഖരിക്കുന്നു അല്ലെങ്കിൽ സൂക്ഷിക്കുന്നു. ഓക്കെ, ഒരു ഹാർഡ് ഡിസ്കില് കർശനമായ പ്ലേറ്ററിലോ കാന്തിക പ്രതലത്തിലോ ഉള്ള പ്ലേറ്ററുകളിൽ എന്ത് ചെയ്യുന്നു? വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്നു. ഓക്കെ, computers hard disk drive store information on a hard disk. A rigid platter or strap of platters with a magnetic surface. Okay, your computer's hard disk drive stores information on a hard disk. A rigid platter or strap of platters with a magnetic surface. Okay, അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡിസ്ക് ഡ്രൈവ് ഒരു ഹാർഡ് ഡിസ്കിലെ എന്ത് ചെയ്യാം? കർശനമായ പ്ലേറ്ററിലോ അല്ലെങ്കിൽ കാന്തിക പ്രതലത്തിലോ എന്ത് ചെയ്യുന്നു? വിവരങ്ങളെ എല്ലാം എന്ത് ചെയ്യുന്നു? ശേഖരിക്കുന്നു. ഓക്കെ, കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നു? ഹാർഡ് ഡിസ്കിലോ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ കർശനമായ പ്ലേറ്ററിലോ എന്ത് ചെയ്യുന്നു? കാന്തിക പ്രതലത്തിലുള്ള പ്ലേറ്ററുകളിലെ വിവരങ്ങളെല്ലാം ശേഖരിച്ച് വെക്കുന്നു. കാന്തിക പ്രതലത്തിലുള്ള പ്ലേറ്ററുകളിൽ വിവരങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ശേഖരിച്ച് വെക്കുന്നു. ഹാർഡ് ഡിസ്ക് ക്യാൻ ഹോൾഡ് മാസീവ് എമൗണ്ട്സ് ഓഫ് ഇൻഫർമേഷൻ. എന്ത് ചെയ്യുന്നു? Because hard disk can hold a massive amount of information. Because hard disk can hold massive amounts of information. Because hard disk can hold massive amounts of information. എന്ത് ചെയ്യുന്നു? കാരണം ഹാർഡ് ഡിസ്ക് എന്ത് ചെയ്യുന്നു? വളരെയധികം വിവരങ്ങൾ സൂക്ഷിക്കാൻ കഴിയും. ഹാർഡ് ഡിസ്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെയധികം വിവരങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? സൂക്ഷിക്കാൻ കഴിയും. ബിക്കോസ് ഹാർഡ് ഡിസ്ക് ക്യാൻ ഹോൾഡ് മാസീവ് എമൗണ്ട്സ് ഓഫ് ഇൻഫർമേഷൻ. ഹാർഡ് ഡിസ്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? ഒരുപാട് വിവരങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുന്നു? സൂക്ഷിക്കാൻ കഴിയുന്നു. ഓക്കെ, ഇനി നമുക്ക്
നമുക്ക് അടുത്തത് CD ആൻഡ് DVD ഡ്രൈവ്സ് പഠിക്കാം. നമുക്ക് അടുത്തത് CD ആൻഡ് DVD ഡ്രൈവ്സ് പഠിക്കാം. Nearly all computers today come equipped with a CD or DVD drive, usually located on the front of the system unit. Nearly all computers today come equipped with a CD or DVD drive, usually located on the front of the system unit. Nearly all computers today come equipped with a CD or DVD drive, usually located on the front of the system unit. മിക്കവാറും എല്ലാ കമ്പ്യൂട്ടറുകളിലും എന്തുണ്ട്? സിഡിയും DVD ഡ്രൈവും അടങ്ങിയിട്ടുണ്ട്. CD ഡ്രൈവും DVD ഡ്രൈവും മിക്കവാറും എല്ലാ കമ്പ്യൂട്ടറുകളിലും അടങ്ങിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ കമ്പ്യൂട്ടറുകളിലും എന്ത് ചെയ്യുന്നു? സിഡിയും DVD ഡ്രൈവും അടങ്ങിയിട്ടുണ്ട് ഇല്ലേ? സാധാരണയായി ഇത് കാണപ്പെടുന്നത് സിസ്റ്റം യൂണിറ്റിന്റെ മുൻവശത്താണ്. സാധാരണയായി ഈ സിഡിയും DVD ഡ്രൈവും കാണപ്പെടുന്നത് എവിടെയാണ്? സാധാരണയായി സിഡിയും DVD ഡ്രൈവും കാണപ്പെടുന്നത് എവിടെയാണ്? സിസ്റ്റം യൂണിറ്റിന്റെ മുൻവശത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? സിഡിയും DVD ഡ്രൈവും കാണപ്പെടുന്നത്. ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് സ്റ്റോർ ഇൻഫർമേഷൻ ഓൺ ഫ്ലോപ്പി ഡിസ്ക്, ആൾസോ കാൾഡ് ഫ്ലോപ്പീസ് ഓർ ഡിസ്കറ്റ്സ്. ഓക്കെ, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് സ്റ്റോർ ഇൻഫർമേഷൻ ഓൺ ഫ്ലോപ്പി ഡിസ്ക്. Floppy disk drive store information on floppy disk, also called floppies or diskettes. Okay, floppy disk drive store information on floppy disks, also called floppies or diskettes. Okay, ഡ്രൈവുകൾ എന്ത് ചെയ്യുന്നു? ഫ്ലോപ്പി ഡിസ്കിലെ വിവരങ്ങൾ സംഭരിക്കുന്നു. അവയെ എന്ത് ചെയ്യുന്നു? ഫ്ലോപ്പികൾ അല്ലെങ്കിൽ ഡിസ്കുകൾ എന്ന് പറയുന്നു. ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവുകൾ ഫ്ലോപ്പി ഡിസ്കുകളിൽ വിവരങ്ങൾ ശേഖരിക്കുന്നു. അതുകൊണ്ട് അവയെ എന്ത് ചെയ്യുന്നു? ഫ്ലോപ്പികൾ അല്ലെങ്കിൽ ഡിസ്കറ്റുകൾ എന്ന് വിളിക്കുന്നു. ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവുകൾ എന്ത് ചെയ്യുന്നു? വിവരങ്ങൾ ഫ്ലോപ്പി ഡിസ്കിൽ ശേഖരിക്കുന്നത് കൊണ്ട് അവയെ എന്ത് ചെയ്യുന്നു? ഫ്ലോപ്പികൾ അല്ലെങ്കിൽ ഡിസ്കറ്റുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത മൗസ് പഠിക്കാം. മൗസ് എല്ലാവർക്കും അറിയാമല്ലോ. A mouse is a small device used to point and select items on your computer screen. A computer is a small device used to point and select items on your computer screen. A mouse is a small device used to point and select items on your computer screen. A mouse is a small device used to point and select items on your computer screen. എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ സ്ക്രീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനോ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൗസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ സ്ക്രീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് മൗസ്. ഇതെന്താണ്? ഒരു ചെറിയ ഉപകരണമാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നത് മൗസ് ആണ്. മൗസ് എന്ന് പറയുന്നത് ചെറിയ ഒരു ഉപകരണമാണ്. A keyboard is used mainly for typing text into your computer. A keyboard is used mainly for typing text into your computer. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് വാചകങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് പ്രധാനമായി എന്തുപയോഗിക്കുന്നു? കീബോർഡ് ഉപയോഗിക്കുന്നു. നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് വാചകങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് പ്രധാനമായി എന്തുപയോഗിക്കുന്നു? കീബോർഡ് ഉപയോഗിക്കുന്നു. നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് വാചകങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് പ്രധാനമായി എന്തുപയോഗിക്കുന്നു? കീബോർഡ് ഉപയോഗിക്കുന്നു. Like the keyboard on a typewriter, it has key for letters and numbers. Like the keyboard on a typewriter, it has keys for letters and numbers. അതായത് ടൈപ്പ്റൈറ്ററിലെ കീബോർഡ് പോലെ ഇതിലെ അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും കീകളുണ്ട്. ടൈപ്പ്റൈറ്ററിലെ കീബോർഡ് പോലെ ഇതിലെ അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും എന്തുണ്ട്? കീകളുണ്ട്. ടൈപ്പ്റൈറ്ററിലെ കീബോർഡ് പോലെ ഇതിലെ അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും ഒക്കെ എന്തുണ്ട്? കീകളുണ്ട് ഇല്ലേ? ടൈപ്പ്റൈറ്ററിലെ കീബോർഡ് പോലെ ഇതെന്തുണ്ട്? അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും ഒക്കെ എന്തുണ്ട്? കീസ് ഉണ്ട് ഇല്ലേ? കീകളുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ച ഏതൊക്കെയാണ്? എന്താണ്? അന്ന് നമ്മൾ പഠിച്ച സിസ്റ്റം യൂണിറ്റ് പഠിച്ചു, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? CD ആൻഡ് DVD ഡ്രൈവ്സ് പഠിച്ചു, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് പഠിച്ചു, മൗസ് പഠിച്ചു, കീബോർഡ് പഠിച്ചു. ഒന്നുകൂടെ പറഞ്ഞേ: സിസ്റ്റം യൂണിറ്റ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, CD ആൻഡ് DVD ഡ്രൈവ്സ്, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്,
മൗസ്, കീബോർഡ്. ഇതെല്ലാം എന്ത് ചെയ്യണം? വീട്ടിലിരുന്ന് നല്ലതുപോലെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. 3 times വായിക്കണം. വായിച്ചിട്ട് ടീച്ചർക്ക് ടെക്സ്റ്റിൽ സൈൻ ചെയ്തിട്ട്, പേരൻസിനെ കൊണ്ട് ടെക്സ്റ്റിൽ സൈൻ ചെയ്തിട്ട് ടീച്ചർക്ക് തരണം കേട്ടോ. എന്ത് ചെയ്യണം? 3 times വായിക്കണം. വായിച്ചിട്ട് എന്ത് ചെയ്യണം? നല്ലതുപോലെ മനസ്സിലാക്കി വായിക്കണം. മനസ്സിലാക്കി വായിച്ചിട്ട് പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ടീച്ചർക്ക് തരണം. 3 times വായിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. Good morning all of you. Good morning. Today we are going to learn Hindi. All of you take your textbook, page number 4. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? ചാപ്റ്റർ നെയിം എന്തായിരുന്നു? മാതൃവന്ദന അല്ലേ? നമ്മുടെ മാതൃഭൂമിയെ കുറിച്ച് പഠിച്ചു അല്ലേ? മാതൃഭൂമിയുടെ പ്രത്യേകതയും ഒക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അത് ബാക്കിയായിട്ടുള്ള പാട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. പേജ് നമ്പർ 4 എടുത്ത് എല്ലാവരും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ടീച്ചർ ഫസ്റ്റ് റീഡ് ചെയ്യാം. അപ്പോ ഫസ്റ്റ് റീഡ് ചെയ്തതിനു ശേഷം ടീച്ചർ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. നോക്കിക്കേ. जब तक हम माई जीवित इस धरती पर किसी तरह की अंश न इस पर आने दूंगा। बालक हूँ मैं वीर भारत का वंशज हूँ। सिंहों के मुंह फाड़ दांत दांत दिखला दूंगा। मेरे हाथ सुरक्षित भव्य मुगड़ हिमगिरी और सुरक्षित अडगा सिंधु सिंहासन ही। എന്താ പറഞ്ഞിരിക്കുന്നത് ഈ വരികളിൽ? जब तक हम जीवित इस धरती पर किसी तरह की अंश न इस पर आने दूंगा. അല്ലേ, നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളതാണ്, വളരെ സൗന്ദര്യമായിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയിൽ ഒരു തരത്തിലുള്ള ചൂടും വരാനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല എന്നാണ് പറയുന്നത്. നോക്കിക്കേ, जब तक हूँ मैं जीवित इस धरती पर किसी तरह की अंश न इस पर आने दूंगा. अല്ലേ, ഞാൻ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഈ ഭൂമിയിൽ ഒരു തരത്തിലുള്ള ചൂടും അനുവദിക്കുകയില്ല, ഉണ്ടാകാനായിട്ട് അനുവദിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഞാൻ എന്താണ്? ഞാനൊരു ബാലകനാണ് അല്ലേ, ഞാനൊരു കുട്ടിയാണ്. എന്താ വീർ ഭാരത് കാ വംശജഹും എന്ന് പറയുന്നത്? വംശജിന്റെ അർത്ഥം എന്താണ്? ജനറേഷൻ കേട്ടോ. വംശജ് എന്താണ്? ജനറേഷൻ അല്ലേ. ഞാൻ ഈ ധീരനായ ഭാരതത്തിന്റെ എന്താണ്? പിൻഗാമിയാണ് അല്ലേ. ധീരനായ ഇന്ത്യയുടെ പിൻഗാമിയായ ഒരു കുട്ടിയാണ് ഞാൻ അല്ലേ. പുതിയ ജനറേഷൻ ആണ് എന്ന് പറയുകയാണ് അല്ലേ. ബാലകഹും മൈ വീർ ഭാരത് കാ വംശജഹും സിംഹം കി മുഖ ഫാൻ ദാത്ത ദിക്കലാ ദൂംഗാ. അല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ സിംഹത്തിന്റെ ഗർജനമൊക്കെ കണ്ടില്ലേ? അതിന്റെ വായിൽ കല്ലുകള് ഇങ്ങനെയുള്ളതാണ് കണ്ടിട്ടില്ലേ നിങ്ങള്? അതുപോലെ ഞാനും കാണിക്കും എന്നാണ് പറയുന്നത്. സിംഹം കി മുഖ ഫാൻ ദാത്ത ദിക്കലാ ദൂംഗാ. അല്ലേ, ഞാൻ നല്ല ധൈര്യമുള്ളവനാണ്. ഞാൻ ഈ ധീരനായ ഇന്ത്യയെ എന്ത് ചെയ്യും? കാത്തു സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. ഞാൻ ഈ ഭൂമിയെ കാത്തു സംരക്ഷിക്കും. ഈ ഭൂമിയിൽ യാതൊരു ചൂടോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ ഞാൻ ഇതിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഞാൻ ഈ ധീരനായ ഇന്ത്യയിൽ എന്താണ്? പിൻഗാമിയാണ്. ഇതിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ. ഓക്കെ, मेरे हाथ सुरक्षित भव्य मुगड़ हिमगिरी और सुरक्षित अडिगा सिंधु सिंहासन है. ഭവ്യ ഭവ്യയുടെ മീനിങ് എന്താണ്? ബ്യൂട്ടി അല്ലേ, സൗന്ദര്യം അല്ലേ. ഓക്കെ, നോക്കിക്കേ. मेरे हाथ सुरक्षित, എന്റെ കൈകൾ സുരക്ഷിതമാണ്. എന്താണ് സുരക്ഷിതം? എന്താണ്? ഭവ്യ മുഗड़ ഹിമഗിരി, വളരെ ഭംഗിയുള്ളതായ അല്ലേ, വളരെ സൗന്ദര്യമുള്ളതായ ഹിമഗിരി അല്ലേ. ഹിമഗിരി എന്താണ്? നമ്മുടെ ഹിമാലയ പർവ്വതവും എന്റെ കൈകളിൽ എന്തായിരിക്കും? സുരക്ഷിതമായിരിക്കും അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ കിരീടമായ ഹിമഗിരിയും എന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. ഞാനും അതിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യുന്ന പറയുന്നത്. അവർ സുരക്ഷിത് സിന്ധു സിംഹാസൻ ഹേ. അതോടൊപ്പം സിന്ധു പേരുടെ നദി, സിന്ധു നദി എന്ത് ചെയ്യും? സിംഹാസനമായ നമ്മുടെ സിംഹാസനമായ സിന്ധു നദിയും അതോടൊപ്പം തന്നെ ഹിമാലയവും എന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. ഞാൻ ഇതിന്റെ പിൻഗാമിയാണ്. ഞാൻ ഇതിനെ എല്ലാം എന്ത് ചെയ്യുന്ന പറയുന്നത്? പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം വേറെ
ഇതെല്ലാം എന്റേതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെല്ലാം എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? എന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും, എന്റെ കൈകളിൽ ഭദ്രമായിരിക്കും, ഞാൻ ഇതിന് യാതൊരു കേടുപാടും ഉണ്ടാക്കുകയില്ല എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ ഓരോരുത്തരുടെയും എന്താണ് ഇവിടുത്തെ പൗരന്മാരാണല്ലേ, നമ്മളിലേക്ക് എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് ഈ ഒന്നുകൂടെ റീഡ് ചെയ്യാം. जब तक हम मैं जीवित इस धरती पर किसी तरह की अंश न इस पर आने दूंगा। बालक हूँ मैं वीर भारत का वंशज हूँ, सिंहों के मुंह पर दांत दिखला दूंगा। मेरी हाँ सुरक्षित भव्य मुगड़ हिमगिरी और सुरक्षित अधिक सिंधु सिंहासन है. മനസ്സിലായല്ലോ വരികള്? ഓക്കെ, നെക്സ്റ്റ് വരികൾ നോക്കിക്കേ. मैं रोए से नहीं उसी की बेटी से तिलक लगाता हूँ, अपने माथे पर यूं तो है मेरा नाधा सब दुनिया से, गर्व मुझे है केवल इसके नाते पर, मैं जो कुछ हूँ सब इसका ही है, इसको ही मेरे सर्व समर्पण है. എന്താണ് ഈ വരികൾ പറയുന്നത് നോക്കിക്കേ. मैं रोए से नहीं उसी की बेटी से तिलक लगाता हूँ. എന്താ പറയുന്നത്? ഞാൻ എന്റെ നെറ്റിയിൽ അണിയുന്ന തിലകം അല്ലേ, റോലി എന്താണ്? എന്താണെന്നാണ് പറയുന്നത്? റോലി അല്ല എന്നാണ് പറയുന്നത്. എന്താ റോലി? നോക്കിക്കേ. ടർമറിക് ആൻഡ് ആലു വിത്ത് ആസിഡ് യൂസ്ഡ് ടു പെയിന്റ് ദ ഫോർഹെഡ് അല്ലേ, മഞ്ഞളും ആലും ഒക്കെ യൂസ് ചെയ്ത് നെറ്റിയിൽ അണിയുന്നത് എന്താണെന്നാണ് പറയുന്നത്? റോലി അല്ല, പകരം എന്താണ്? ഞാൻ നടക്കുന്ന പാതയിൽ മണ്ണാണ് എന്റെ നെറ്റിയിൽ അണിയുന്ന കുറീസ് എന്നാണ് പറയുന്നത്. നോക്കിക്കേ. ഞാൻ റോലി അല്ല അണിയുന്ന, പകരം എന്താണ്? നെറ്റിയാണ്, മണ്ണാണ്. തിലക് ലഗത്താഹു अपने माथे पर यूं तो ही मेरा नाम सब दुनिया से अല്ലേ, അത്രമാത്രം ബന്ധവുമാണ് എനിക്ക് ഈ ലോകവുമായിട്ടുള്ളത്, ഈ ഭൂമിയുമായിട്ടുള്ളത്. എനിക്ക് അത്രമാത്രം ബന്ധമാണുള്ളത്. അല്ലേ, ഞാൻ ഈ ലോകവുമായി എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഓരോരോ കാര്യങ്ങളും എന്റേതാണ്, ഞാനാണ് ഇതിനെല്ലാം എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അല്ലേ. इसको ही मेरा सर्व समर्पण है अല്ലേ. ഇതെല്ലാം എന്താണ്? എന്റേതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ എന്റെ മുന്നിൽ എന്ത് ചെയ്യുന്നു? സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ഞാനും ഇവിടെയുള്ളതെല്ലാം ഇതിന്റെ മുന്നിൽ എന്താണ്? കടപ്പെട്ടിരിക്കുന്നു അല്ലേ. ഞാൻ ഇതിന്റെ മുന്നിൽ എന്ത് ചെയ്യുന്നു? സമർപ്പണം ചെയ്യുന്നു. ഇതെല്ലാം എന്റേതാണ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഞാൻ ഇതിന്റെ മുന്നിൽ എന്ത് ചെയ്യുന്നു? സമർപ്പിക്കുന്നു. എനിക്ക് ഈ ലോകവുമായി എന്തുണ്ട്? ബന്ധമുണ്ട് അല്ലേ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ കവിതയിൽ പറയുന്നത്? നമ്മുടെ മാതൃഭൂമി എന്ത് ചെയ്യുകയാണ്? ഇവിടെ വന്ദനം ചെയ്യുകയാണ് അല്ലെ. മാതൃഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അതിനെ നശിപ്പിക്കാനായിട്ട് പാടില്ല അല്ലേ. നമ്മള് വളർന്നു വന്നത് എവിടെയാണോ? ഈ ഭൂമിയിൽ കാലി ചവിട്ടിയിട്ടാണ് അല്ലെ. അപ്പോ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ എങ്ങനെയുള്ളവരായിരുന്നു? നല്ല വികൃതികളായിട്ടുള്ള കുട്ടികളായിരുന്നു. അപ്പോഴേക്ക് ഇതെല്ലാം സഹിച്ചുകൊണ്ട് ആണ് നമ്മുടെ മാതൃഭൂമി നിലനിന്നിരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാതൃഭൂമിയെ വന്ദനം ചെയ്യണം അല്ലേ. ഏതൊരു രാജ്യത്തിനേക്കാളും എന്റെ രാജ്യം ഈ ലോകത്തിൽ വെച്ച് തന്നെ വളരെ മനോഹരമാണ്. അതിന്റെ മുന്നില് നമ്മുടെ സ്വർഗത്തിന്റെ അന്തസ്സും എല്ലാം എന്ത് ചെയ്യുകയാണ്? നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലേ എന്നാണ് ഈ കവിതകളിൽ പറയുന്നത്, കവിതയിൽ പറയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ മാതൃഭൂമി എന്ത് ചെയ്യണം? വന്ദനം ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ. മാതൃഭൂമിയിലെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. ഇതെല്ലാം നമ്മുടേതാണ് അല്ലേ. നമ്മൾ ഈ ഭൂമിയുടെ എന്താണ്? അടുത്ത ജനറേഷൻ ആണ്, ഈ ലോകത്തിലെ അടുത്ത ജനറേഷൻ ആണ്. അപ്പൊ ഓരോ ജനറേഷൻ കഴിഞ്ഞു പോകുമ്പോഴും എന്ത് ചെയ്യാനായിട്ട് പറയുന്നത്? പ്രൊട്ടക്ട് ചെയ്തു പോകാനായിട്ടാണ്, കൺസേർവ് ചെയ്തു പോകാനായിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. മനസ്സിലായ കവിത? ഒരിക്കൽ ഒന്നുകൂടെ റീഡ് ചെയ്യാം. मैं रोलियों से नहीं उसी की मिट्टी से तिलक लगाता हूँ, अपने माथे पर यूं तो ही मेरे नाम सब दुनिया से गर्व मुझे है, केवल इसके नाते पर मैं जो कुछ हूँ सब इसका ही, इसको ही मेरा सर्व समर्पण है. ഇതിനു മുന്നിൽ ഞാനെല്ലാം എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? സമർപ്പിക്കുന്നു എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. മനസ്സിലായോ?
ഈ കവിത എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് ഇന്ന് പഠിച്ച ഈ രണ്ട് ലൈൻസിന്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നോക്കിക്കേ, ഒന്നുകൂടെ റീഡ് ചെയ്യാം. जगत को में जीवित इस धरती पर किसी तरह की अंश न इस पर आने दूंगा। बालक हो मैं वीर भारत का वंशज हूँ, सिंहों के मुंह पर दांता दिखला दूंगा। मेरे हाथ सुरक्षित भव्य मुकुट हिमगिरी और सुरक्षित अड़ी सिंधु सिंहासन की। मैं गौरी से नहीं उसी की मिट्टी से तिलक लगाता हूँ अपने माथे पर, यूं तो ही मेरा नाता सब दुनिया से। गर्व मुझसे है केवल इसके नाते पर, मैं जो कुछ हूँ सब इसका ही है, इसको ही मेरे सर्व समर्पण है. ഓക്കെ, ഇപ്പോ നമ്മുടെ ഹിമഗിരി അതോടൊപ്പം തന്നെ സിന്ധുവിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കാര്യം സുരക്ഷിതമായിരിക്കും എന്നൊക്കെയാണ് നമ്മുടെ ഈ കവിതയിൽ പറയുന്നത്. നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നു, നമ്മള് സംരക്ഷിക്കണം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വേർഡ്സ് പരിചയപ്പെട്ടു അല്ലെ. വേർഡ്സ് പരിചയപ്പെട്ടു. എന്താണ് വംശജ്? എന്താ വംശജിന്റെ അർത്ഥം? ജനറേഷൻ. വംശജ് എന്താണ്? ജനറേഷൻ. ഭവ്യ, ബ്യൂട്ടി അല്ലെ. ഭവ്യ എന്താണ്? ബ്യൂട്ടി. സിന്ധു എന്താണ്? സി. പിന്നെ എന്താണ്? റോലി എന്താണ്? ടർമറിക് ആൻഡ് ആലം വിത്ത് ആസിഡ് യൂസ്ഡ് ടു പെയിന്റ് ദ ഫോർഹെഡ്. നാഥ എന്താണ്? ടു റിലേറ്റ് അല്ലെ. നാഥ എന്താണ്? ടു റിലേറ്റ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും അർത്ഥങ്ങളെല്ലാം എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യണം? ഈ അർത്ഥങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. ടീച്ചർ വിളിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? ആൻസർ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി സ്ഥാനം പൂർത്തി കീജിയെ അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ പഠിച്ച പോയത്തിന്റെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. ആ ലൈൻസിൽ മിസ്സിംഗ് ആയിട്ടുള്ള പാർട്ട് ഫിൽ ചെയ്യാനായിട്ടാണ് തന്നിരിക്കുന്നത്. നോക്കിയാണ് തന്നിരിക്കുന്നത് മേരി, മേരി ചന്ദൻ ഹേ. എന്താണ് നമ്മൾ പഠിച്ച ലൈൻസ്? നോക്കിക്കേ, എന്താണ് മേരി? ഫസ്റ്റ് ലൈൻസ് നോക്കിക്കേ, മേരി മാതൃഭൂമി को मेरा वंदन है, इसकी मिट्टी धूल महकदा चंदन है. അങ്ങനെയല്ലേ? അല്ലേ? മേരി മാതൃഭൂമി को मेरा वंदन है, इसकी मिट्टी धूल महकदा चंदन है. ഇതെല്ലാവരും ടെക്സ്റ്റിലേക്ക് നമ്മൾ ഫിലിന്റെ ലൈൻസിലേക്ക് റൈറ്റ് ചെയ്തേ. എന്താണ്? മേരി മാതൃഭൂമി को मेरा वंदन है, इसकी मिट्टी धूल महकदा चंदन है. റൈറ്റ് ചെയ്തോ എല്ലാവരും? ഓക്കേ, നെക്സ്റ്റ് ലൈൻസ് നോക്കിക്കേ. ഇത് തന്നിരിക്കുന്ന സെക്കൻഡ് വൺ സ്വർഗ്ഗലോക ഹാരി ഹേ എന്നാണ് അല്ലേ. അപ്പൊ ലൈൻസ് നോക്കിക്കേ, ഏതാണ് കറക്റ്റ് ലൈൻ? ഏതാണ്? ലൈൻസ് പൂരിപ്പിക്കാനായിട്ടാണ് അല്ലേ. എന്താണ്? സ്വർഗ്ഗലോക ഹാരി ഹേ. ഏത് ലൈനാണ്? നോക്കിക്കേ, ഋഷഭ 4 എടുത്തേ. നോക്കിക്കേ, സ്വർഗ്ഗലോക की सुषमा सुंदरता गरिमा एक एक कर इसके सम्मुख हारी है. അങ്ങനെയല്ലേ? ഇങ്ങനെയാണ്. സ്വർഗ്ഗലോക की सुषमा सुंदरता गरिमा एक एक कर इसके सम्मुख हारी है. അല്ലേ? ഓക്കേ, എല്ലാവരും ടെക്സ്റ്റിൽ റൈറ്റ് ചെയ്തേ. റൈറ്റ് ചെയ്തല്ലോ? ഓക്കേ, അടുത്ത നോക്കാം. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ബാലക ഹോ ദൂംഗ അല്ലേ. അപ്പൊ എങ്ങനെയാണ് ലൈൻസ് എന്ത് ചെയ്യും? നോക്കിക്കേ, കിട്ടിയോ? बालक हूँ मैं वीर भारत का वंशज हूँ, सिंहों के मुंह पर दांता दिखला दूंगा अरे दाड़ बालक हूँ मैं वीर भारत का वंशज हूँ, सिंहों के मुंह पर दांता दिखला दूंगा. राइट है टेक्स्ट राइट तो ओके फोर्थ वन आगे माइन जो समर्पण है. लाइन्स കണ്ടോ? माइन जो समर्पण है ഇങ്ങനെയാണ്. माइन जो कुछ हो सब इसका ही है, इसको ही मेरा सर्व समर्पण है. അങ്ങനെയല്ലേ? ഇങ്ങനെയാണ്. माइन जो कुछ हो सब इसका ही है, इसको ही मेरा सर्व समर्पण है. കണ്ടില്ലേ? तो फिल ചെയ്ത് ടെക്സ്റ്റ് ഫിൽ ചെയ്തോ? ഓക്കേ, അപ്പോൾ നമുക്ക് നാല് ലൈൻസ് കിട്ടിയില്ലേ? അപ്പോൾ എന്താണ്? मेरी मातृभूमि को मेरा वंदन है, इसकी मिट्टी धूल
चंदन है. രണ്ടാമത്തെ എന്തായിരുന്നു? मेरी मातृभूमि स्वर्गलोक की सुषमा सुंदरता गरिमा एक एक का इसके समूह हारी है. अല്ലേ? തേർഡ് എന്താണ്? എന്താണ്? बालक हूँ मैं वीर भारत का वंशज हूँ सिंहों के मुंह फन दाता दिखला दूंगा. फोर्थ എന്താണ്? मैं जो कुछ हूँ सब इसका ही इसको ही मेरा सर्व समर्पण है. ഓക്കേ, എല്ലാവരും കറക്റ്റായിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ലൈൻസ് തന്ന കറക്റ്റായിട്ട് എന്താണ് എന്നുള്ളത് റൈറ്റ് ചെയ്യാനായിട്ട് അറിയാമല്ലോ. ഓക്കെ ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമോ ഉത്തർ ഹിസ്റ്ററി വീഡിയോയുടെ കൂടെ തരുന്നുണ്ട്. അതെല്ലാവരും നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വാക്യത്തിൽ പ്രയോഗിക്കുക, വാക്യത്തിൽ പ്രയോഗിക്കാനുള്ളതും ഹിസ്റ്ററി തരുന്നുണ്ട്. അത് എല്ലാവരും നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് എല്ലാവരും എന്ത് ചെയ്യുക? ഹിന്ദിക്ക് ഒരു കോപ്പി ബുക്ക് എടുക്കുക. ആ കോപ്പി ബുക്കിലേക്ക് എല്ലാവരും നമ്മൾ പഠിച്ച അർത്ഥങ്ങളും അതോടൊപ്പം തന്നെ ഉത്തരം എഴുതി പ്രശ്നമോ ഉത്തരം എന്ത് ചെയ്യുക? കോപ്പി ബുക്കിലേക്ക് 1 ടൈം എഴുതി എല്ലാവരും ടീച്ചറിന് അയച്ചു. ഓക്കെ, കോപ്പി ബുക്കിലേക്ക് അർത്ഥവും അതോടൊപ്പം തന്നെ പ്രശ്നമോ ഉത്തരവും എല്ലാവരും 1 ടൈം എഴുതി ടീച്ചറിന് അയച്ചു തരണം. നോട്ട്ബുക്കിലേക്കും എന്ത് ചെയ്യുക? അർത്ഥവും അതോടൊപ്പം തന്നെ വാക്യത്തിൽ പ്രയോഗിക്കുക. ഉത്തരം എഴുതുകയും നോട്ട്ബുക്കിലേക്കും റൈറ്റ് ചെയ്യണം. വെറുതെ റൈറ്റ് ചെയ്താൽ മാത്രം പോരാ, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ മാതൃവന്ദൻ അറിയാലോ. അതോടൊപ്പം എല്ലാവരും എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ചിടം വരെ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവരും ഒരു 2 ടൈംസ് റീഡ് ചെയ്ത് പേരന്റിനെ കൊണ്ട് സൈനും ചെയ്യിക്കുക. ഓക്കെ, ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചിരുന്നാൽ മതി, ടീച്ചർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ താങ്ക് യു. No more hope is left in me. I can see what comes my way, and I'm always lost. There's nowhere else to go. All I do is fall. Feels like I can make it more than I could bear. Giving up is all that I. Good morning, dear students. നമ്മൾ ഇന്ന് മലയാളം പഠിക്കാൻ പോകുന്നത്. മലയാളത്തിലെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എല്ലാവർക്കും കിട്ടി അല്ലേ? നമ്മളുടെ പ്രിയമൊഴി എന്നുള്ള നമ്മളുടെ ഇതാണ് നമ്മുടെ 6th സ്റ്റാൻഡേർഡിലെ നമ്മളുടെ മലയാളത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ കയ്യിൽ അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനകത്തെ ആദ്യത്തെ പാഠമാണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പാഠം കാട്ടിലെ കളി. എന്താണ് കാട്ടിലെ കളി? കാട്ടിലെ കളി എന്നത് നമ്മളുടെ കൃഷ്ണഗാഥയിലെ കുറച്ച് ഭാഗം, കൃഷ്ണഗാഥയിലെ കുറച്ച് വരികൾ മാത്രമാണ് നിങ്ങളുടെ ഈ ഒന്നാമത്തെ പാഠത്തിൽ, അതായത് നമ്മുടെ കാട്ടിലെ കളി എന്ന നമ്മുടെ ഈ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇത് എഴുതിയിരിക്കുന്നത് ആരാന്നറിയാമോ? ചെറുശ്ശേരി അല്ലേ? ചെറുശ്ശേരിയാണ് നമ്മളുടെ കൃഷ്ണഗാഥ എഴുതിയത്. അതിനകത്തെ കുറച്ച് വരികളുടെ കാട്ടിലെ കളി എന്നുള്ള പാഠഭാഗമാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ പാഠമായിട്ട് തന്നിട്ടുള്ളത്. അപ്പോ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലെ? പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ അല്ലെ? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ 3 പേരെയാണ് നമ്മൾ പ്രാചീന കവിത്രയങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതിനകത്ത് ചെറുശ്ശേരിയാണ് നമ്മളുടെ കൃഷ്ണഗാഥ എഴുതിയിരിക്കുന്നത്. ചെറുശ്ശേരി ക്രിസ്തു വർഷം 1375 1475 കാലഘട്ടത്തിലാണ് ജീവിച്ചത് അല്ലെ? കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ 1375 ജനനവും 1475 മരണവുമാണ് ചെറുശ്ശേരി. ഓക്കെ, അപ്പോ ക്രിസ്തുവർഷമാണ് പറയുന്നത്, ക്രിസ്തുവർഷം കേട്ടോ. അപ്പോ ക്രിസ്തുവർഷം 15-ാം നൂറ്റാണ്ടിലാണ് ചെറുശ്ശേരി ജീവിച്ചിരുന്നത്. ഓക്കെ, കൃഷ്ണ
പറ്റിയിട്ട് ഉള്ള ഭാഗമാണ് കൃഷ്ണഗാഥയിൽ പറയുന്നത്. കൃഷ്ണനെയാണ് കൂടുതൽ പറയുന്നത് അല്ലെ, കൃഷ്ണനെ അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ ശ്രീകൃഷ്ണനെ. ഓക്കെ, അപ്പോ ഈ നിങ്ങളുടെ നാട്ടിലെ കളിയെന്ന ഈ പാഠഭാഗത്തിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത് വൃന്ദാവനത്തില് കൃഷ്ണന്റെ കൂട്ടുകാരും കൂടെ കളിക്കുന്ന സമയത്ത് കൃഷ്ണനെയും കൂട്ടുകാരെയും എല്ലാം അപായപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യും? കംസന്റെ നിർദ്ദേശപ്രകാരം ഒരു അസുരനെ. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വരികളാണ് നിങ്ങൾക്ക് ഈ കാട്ടിലെ കളി എന്ന പാഠഭാഗത്തിൽ പറയുന്നത് അല്ലെ. വൃന്ദാവനത്തില് കൃഷ്ണന്റെ തോഴിമാരും എല്ലാം കൂടെ കളിക്കുന്ന സമയത്ത് ഇവരെ എല്ലാവരെയും കൂടെ അപായപ്പെടുത്താൻ അല്ലെ, കൊല്ലാനായിട്ടൊക്കെ അസുരൻ ആരുടെ നിർദ്ദേശപ്രകാരം? കംസന്റെ നിർദ്ദേശപ്രകാരം അസുരൻ എന്ത് ചെയ്യും? അയക്കും. അപ്പോ അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, അതിനെയാണ് നമ്മൾ ഈ കാട്ടിലെ കളി എന്ന ആദ്യത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കൃഷ്ണന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ അറിയാമോ? കൃഷ്ണന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും വസുദേവരും ദേവകിയുമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ വസുദേവരും ദേവകിയുമാണ്. അപ്പോ ഈ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൃഷ്ണന്റെ അമ്മാവനാണ് ആര്? കംസൻ അല്ലെ. അപ്പൊ കംസൻ തന്നെ എന്ത് ചെയ്യും? കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അസുരന്മാരെയും എന്ത് ചെയ്യും? അയക്കും അല്ലെ. അപ്പൊ അത് പേടിച്ച് നമ്മളുടെ ദേവകി എന്ത് ചെയ്യും? കൃഷ്ണനെ ഒഴുക്കി വിടുന്ന സമയത്ത് നമ്മളുടെ കൃഷ്ണന്റെ വളർത്തച്ഛനായിട്ടും വളർത്തമ്മയായിട്ടുള്ള നന്ദഗോപനും യശോദയും അല്ലെ, നന്ദഗോപനും യശോദയുമാണ് കൃഷ്ണനെ എന്ത് ചെയ്യുന്നത്? വളർത്തുന്നത് അല്ലെ. യഥാർത്ഥ മാതാവും പിതാവും വസുദേവരും ദേവകിയുമാണ്. പക്ഷേ കൃഷ്ണന്റെ വളർത്തച്ഛനും വളർത്തമ്മയും അല്ലെ. അവിടെ കൃഷ്ണനെ വളർത്തുന്ന ആരൊക്കെയാണ്? നന്ദഗോപനും യശോദയും അല്ലെ. നന്ദഗോപനും യശോദയും വളർത്തുന്ന ഓമനപുത്രനാണ് ആര്? കൃഷ്ണൻ. വൃന്ദാവനത്തിലാണ് കൃഷ്ണൻ എന്ത് ചെയ്യുന്നത്? ജനിച്ചത് അല്ലെ. ഇത്രയൊക്കെയാണ് ഇതിന്റെ എന്താണ് ഒരു ആമുഖം പോലെ നിങ്ങൾക്ക് പറഞ്ഞ് തന്നതാണ് കേട്ടോ. അപ്പോ ഇവിടെ വൃന്ദാവനത്തില് കൃഷ്ണനും കൂട്ടുകാരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കംസന്റെ നേതൃത്വത്തിലുള്ള അസുരൻ എന്ത് ചെയ്യുന്നു? കൃഷ്ണനെയും കൂട്ടുകാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഉണ്ടാകുന്ന സന്ദർഭവും കാര്യങ്ങളുമാണ് നിങ്ങളുടെ ഈ ആദ്യത്തെ പാഠത്തില് പഠിക്കാനായിട്ടുള്ളത്. ബാക്കി പറഞ്ഞതെല്ലാം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നോക്കിയേ, ഒന്ന് വായിക്കാവേ കേട്ടോ. കേകികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാനായാക്കാമേ എല്ലാരും ഓടി ഓടി അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ എന്നനെ പോലെ കരഞ്ഞു. പിന്നെ തന്നീടൽ തന്നോടും മാറ്റൂലി തന്നോടും നിന്നു കളിക്കുകയും പേശുകയും വാനരം പാനു മരങ്ങളിലേറുമ്പോൾ വാലി പിടിച്ചു വലിച്ചും. പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങളിങ്ങനെ കണ്ണനുമായി കളിക്കും നേരം കംസന്റെ ചൊല്ലാലെ വന്നോരോ ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ ക്ഷേളം നിറഞ്ഞൊരു ജ്ഞാനമായ നേരം നീളത്തിൽ മെല്ലെ കിടന്നു കൊണ്ടാൻ ആയകുമാരന്മാർ ആയുന്നതിൽ നേരെ വായും പിളർന്നു വായിക്കു തന്നെ ചേർന്നു നിന്നോരോ പാതാളമോ എന്നു കാണുന്നോരെല്ലാവർക്കും തോന്നും വണ്ണം. പാടത്ര കേൾക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടായിരിക്കില്ല, എന്നാലും ഒരു ഈളത്തിൽ നമുക്ക് പാടുന്നത് തന്നത് കേട്ടോ. ഒന്നും കൂടെ നോക്കിയേ. കേവികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാടുമ്പോൾ ചായം പിടിപ്പാനായാക്കാമേ എല്ലാരും ഓടി ഓടി അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ എന്നനെ പോലെ കരഞ്ഞു. പിന്നെ തന്നീടൽ തന്നോടും മാറ്റോലി തന്നോടും നിന്നു കളിക്കുകയും പേശുകയും വാനരം താനോ മരങ്ങളിലേറുമ്പോൾ വാലി പിടിച്ചും വലിച്ചും. പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങളിങ്ങനെ കണ്ണനുമായി കളിക്കും നേരം ഹംസന്റെ ചൊല്ലാലെ വന്നോരോ ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ ക്ഷണം നിറഞ്ഞൊരു ജ്ഞാനമായ നേരം നീളത്തിൽ മെല്ലെ കിടന്നു കൊണ്ടാൻ ആയകുമാരന്മാർ പായുന്നതിൻ്റെ വായും പിളർന്നു വരയ്ക്കും തന്നെ ചേർന്നു നിന്നോരോ പാതാളമോ എന്നു കാണുന്നോരെല്ലാവർക്കും തോന്നും വണ്ണം. അപ്പൊ നോക്കി ഇതിന്റെ അർത്ഥം ടീച്ചർ പറഞ്ഞു തരാമേ. കേകികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും. കേകികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കേകി എന്നതിന്റെ അർത്ഥം മയിലുകൾ എന്നാണ്. എന്താണ്? മയിലുകൾ അല്ലെ.
കോകിലം എന്ന് പറഞ്ഞാൽ എന്താണ്? കോകിലം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. കോകിലം കുയില് അല്ലെ, കുയില് കൂകുന്നൊക്കെ പറയില്ലേ കോകിലം. അപ്പോ മയിലുകൾ എന്താണ് കൂകുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും? ഈ കൃഷ്ണനും കൂട്ടുകാർ എന്ത് ചെയ്യും? കൂടെ കൂവാൻ തുടങ്ങും അല്ലെ. മയിലുകള് ആ വൃന്ദാവനത്തിൽ എന്ത് ചെയ്യും? കൂടി എന്ന് പറഞ്ഞ് കൂകുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുമ്പോ എന്ത് ചെയ്യും? നമ്മുടെ കൃഷ്ണന്റെ കൂട്ടുകാരും ഈ മയിലിന്റെ കൂടെ എന്ത് ചെയ്യും? അത് ഉണ്ടാക്കുന്ന ആ ഒരു ശബ്ദം പോലെ എന്ത് ചെയ്യും? കൃഷ്ണന്റെ കൂട്ടുകാരും ഉണ്ടാക്കാൻ തുടങ്ങും. കോകിലം പാടുമ്പോൾ പാടുകയും, കോകിലം കുയില് നല്ല ഈണത്തില് കൂവാൻ തുടങ്ങുമ്പോൾ കുയിലിന്റെ കൂടെ എന്ത് ചെയ്യും? ഈ കൃഷ്ണന്റെ കൂട്ടുകാരും കൂവാനായിട്ട്. ആ കുയില് കൂകുന്നത് എങ്ങനെയാണ് അതുപോലെ കൃഷ്ണൻ എന്ത് ചെയ്യും? കൂട്ടുകാരും കുയിലിനോടൊപ്പം തന്നെ കൂകും. പക്ഷികൾ പാടുമ്പോൾ ചായപ്പേടിപ്പാനായി യാക്കമേ എല്ലാവരും ഓടിയോടി. അപ്പോ പക്ഷികൾ പാടുമ്പോൾ, പക്ഷികൾ പറന്ന് ആകാശത്തൂടെ പക്ഷികൾ പറന്നു പോകുമ്പോൾ ചായപ്പിടിപ്പാൻ ചായ ഉദ്ദേശിക്കുന്നത് നിഴലുകൾ. നമ്മളൊക്കെ നടക്കുമ്പോൾ നിഴലില്ലേ നമ്മുടെ കൂടെ, അതുപോലെ പക്ഷികൾ നല്ല വെയിലേക്കുള്ള സമയത്ത് ഇങ്ങനെ പറന്നു പോകുമ്പോൾ എന്താണ്? നിഴല് കാണും അല്ലെ. അപ്പം ആ നിഴലിനോടൊപ്പം എന്ത് ചെയ്യും? ആ പക്ഷികൾ എങ്ങോട്ടാണോ പറന്നു പോകുന്നത് അങ്ങോട്ട് ആ നിഴല് പിടിക്കാനായിട്ട് മറ്റും കൃഷ്ണന്റെ കൂട്ടുകാർ എന്ത് ചെയ്യും? ആ പക്ഷികൾ പോകുന്ന ഭാഗത്തോട്ടൊക്കെ ഓടി ഓടി പോവാനായിട്ട് തുടങ്ങി. അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നരെ പോലെ കരഞ്ഞു. പിന്നെ അന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അരയന്നം അല്ലെ. അരയന്നം നടക്കുന്നത് നമുക്കറിയാം. ഇങ്ങനെ എന്താണ് ഒരു വളരെ രസമാണ് കാണാൻ. എന്താണ് പറയുമ്പോൾ കുടുങ്ങിയാണ് നടക്കുന്നത് എന്നൊക്കെ പറയാം അരയന്നം അല്ലെ. അപ്പൊ അതുപോലെ അരയന്നങ്ങൾ നടക്കുമ്പോൾ അതിന്റെ കൂട്ടത്തില് അരയന്നം എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ എന്ത് ചെയ്യും? കൃഷ്ണന്റെ കൂട്ടുകാരൻ നടക്കാൻ തുടങ്ങി. യന്നനെ പോലെ കരഞ്ഞു. പിന്നെ അതെന്ന് വെച്ചാൽ ഒരു എന്താണ്? ഒരു പക്ഷിയാണ് കേട്ടോ. ഒരു കൗജ പക്ഷി എന്നൊക്കെ പറയും. ഒരു തരത്തിലുള്ള പക്ഷിയാണ് കേട്ടോ. ഈ അരയന്നത്തിനെ പോലൊക്കെ തന്നെയുള്ള ഒരു പക്ഷിയാണ്. അപ്പൊ ആ പക്ഷി എങ്ങനെയാണോ ശബ്ദം ഉണ്ടാക്കുന്നത് അതുപോലെ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോ എന്തൊക്കെയാണ് അവർ കൂട്ടുകാർ കൃഷ്ണൻ ചെയ്യുന്നത്? എന്തൊക്കെയാണ് നോക്കിക്കേ. കേകികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിന. കേകികൾ എന്ന് പറഞ്ഞാൽ മയിലുകൾ അല്ലെ. മയിലുകൾ കൂകുമ്പോൾ കൂടി ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂകാൻ തുടങ്ങി. കോകിലം പാടുമ്പോൾ പാടുകയും കുയിലുകൾ നല്ല ഈണത്തിൽ പാടുമ്പോൾ അവരും എന്ത് ചെയ്തു? കൂടെ പാടി തുടങ്ങി. പക്ഷികൾ പാടുമ്പോൾ ചായപ്പീടിപ്പാന യാക്കമ്മേ എല്ലാവരും ഓടിയോടി. പക്ഷികൾ ആകാശത്തു കൂടെ പക്ഷികൾ പറന്നു പോകുമ്പോൾ അതിന്റെ നിഴലുള്ള സ്ഥലത്തു കൂടെ എന്ത് ചെയ്തു? കൃഷ്ണനും കൂട്ടുകാരും അത് പിടിക്കാൻ വേണ്ടിയിട്ട് കുന്നുകളും ഒക്കെ കയറി ഓടി ഓടി പോവാൻ തുടങ്ങി. അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നനെ പോലെ കരഞ്ഞു. പിന്നെ അരയന്നങ്ങൾ നടക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ച് അവരുടെ കൂടെ നടക്കാൻ തുടങ്ങി. അതിനുശേഷം അന്നനെ പോലെ എന്താണ്? കൗജ പക്ഷി എന്നാണ് അതിനെ പറയുന്നത്. അതൊരു തരത്തിലുള്ള പക്ഷിയാണ് കേട്ടോ. അപ്പൊ അത് എങ്ങനെയാണോ കരയുന്നത്, എങ്ങനെയാണോ സൗണ്ട് വരുന്നത് അതുപോലെ എന്ത് ചെയ്തു? അതെങ്ങനെയാണോ ശബ്ദം ഉണ്ടാക്കുന്നത് അതുപോലെ എന്ത് ചെയ്തു? കൃഷ്ണന്റെ കൂട്ടുകാരെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. നോക്കിയേ. തന്നോടും മാറ്റൊലി തന്നോടും നിന്നു കളിക്കുകയും പേശുകയും അല്ലെ. അതായത് തന്റെ നിഴൽ നമ്മൾ നടക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു നമ്മുടെ കൂടെ നിഴലുണ്ടായിരിക്കും നല്ല വേലക്കുള്ള സമയത്തല്ലേ. അപ്പോ തന്റെ നിഴലിനെ നോക്കിയും ശബ്ദം ഉണ്ടാക്കിയും ഒക്കെ എന്ത് ചെയ്തു? അതിനോടൊപ്പം കളിക്കാൻ തുടങ്ങി. കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് നിൽക്കുമ്പോൾ ഒരുപാട് നിഴലുകൾ കാണുമല്ലോ. അപ്പൊ ആ നിഴലിന്റെ അടുത്ത് എന്ത് ചെയ്തു? അതിന്റെ അടുത്ത് കളിക്കുകയും അതുമായിട്ടുള്ള പലതരത്തിലുള്ള കളികൾ പിന്നെ ചെയ്തു. വാനരപ്പാനുമാരങ്ങളിലേറുമ്പോൾ വാലപ്പിടിച്ചും വലിച്ചും. പിന്നെ വാനരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുരങ്ങന്മാർ അല്ലെ. കുരങ്ങന്മാർ. അപ്പോ ഈ കുരങ്ങന്മാര് മരത്തില് ഓടി കയറുമ്പോൾ അവരുടെ കൂടെ ഓടി കയറിയിട്ട് ആ കുരങ്ങന്മാരുടെ വാലൊക്കെ പിടിച്ച് വലിക്കാനൊക്കെ തുടങ്ങി. കുരുത്തക്കേടാണെങ്കിൽ മൊത്തം. നോക്കി. വാനരപ്പാനുമാരങ്ങളിലേറുമ്പോൾ വാലപ്പിടിച്ചും വലിച്ചും. പിന്നെ കുരങ്ങന്മാര് മരങ്ങളിൽ കയറുമ്പോൾ അതിന്റെ കൂടെ കയറിയിട്ട് ആ കുരങ്ങന്മാരുടെ വാലെ പിടിച്ച് വലിക്കാനൊക്കെ തുടങ്ങി. പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ ഇങ്ങനെ കണ്ണനുമായി കളിക്കും നേരം. പുണ്യങ്ങൾ എന്ന് പറയുന്ന അനുഗ്രഹമുള്ള അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഈ നമ്മുടെ വൃന്ദാവനത്തിൽ ആ ഒരു മനോഹരമായിട്ടുള്ള പൂന്തോട്ടത്തില് കൃഷ്ണനുമായിട്ട് നിന്ന് കളിക്കുകയാണ്. അതായത് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണല്ലേ. അപ്പൊ കൃഷ്ണനുമായിട്ട് നിന്ന് കളിക്കുന്ന കുട്ടികൾ എന്താണ്? വളരെ അനുഗ്രഹമുള്ള കുട്ടികളാണ്, ഭാഗ്യമുള്ള കുട്ടികളാണെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ഭാഗ്യമുള്ള കുട്ടികൾ നമ്മുടെ കൃഷ്ണനുമായിട്ട് നിന്ന് ഇങ്ങനെ വൃന്ദാവനത്തിൽ നിന്ന് കളിക്കുകയാണ്. കംസന്റെ ചൊല്ലാലെ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ അല്ലെ. അപ്പോ അവിടെ പറഞ്ഞ കംസന്റെ ചൊല്ലാലെ എന്ന് പറഞ്ഞാൽ
പോവുകയും അല്ലെ കംസം അരയനം അല്ലെ അരയനത്തിന്റെ അടുത്ത് അരയനം ഒക്കെ നിൽക്കുന്നുണ്ട് ആ അരയനത്തിന്റെ അടുത്ത് എന്തോ ഈ കംസം പറഞ്ഞ അസുരൻ വന്ന് നിൽക്കാനായിട്ട് തുടങ്ങി. ശ്വേതം നിറഞ്ഞൊരു വ്യാളമായ നേരം നീളത്തിൽ മെല്ലെ കിടന്നുകൊണ്ടാണ് അല്ലെ. ശ്വേതം എന്ന് പറഞ്ഞിട്ടാണ് വിഷം അല്ലെ. ശ്വേതം എന്ന് പറഞ്ഞാൽ വിഷം. വിഷം നിറഞ്ഞൊരു വ്യാളമായി, വ്യാളം എന്ന് പറഞ്ഞിട്ടാണ് വലിയ പാമ്പ് അല്ലെ. വിഷം നിറഞ്ഞ വലിയൊരു പാമ്പായിട്ട് ഈ അസുരൻ മാറിയിട്ട് വളരെ നീളത്തിൽ എന്ത് ചെയ്തു ആ അരയനത്തിന്റെ അടുത്തൊക്കെ വന്ന് കിടക്കാനായിട്ട് തുടങ്ങി. ആയക്കുമാരന്മാർ പായുന്നതിനേരെ വായു പിളർന്നു വഴിക്കു തന്നെ അല്ലെ. നമ്മുടെ ഈ ഒരു ആയിരക്കുമാരന്മാർ ഈ കൃഷ്ണന്റെ കൂടെ നിന്ന് കളിക്കുന്ന ഈ കുട്ടികള് കൃഷ്ണനും എങ്ങോട്ടൊക്കെയാണോ ഓടി ഓടി പോകുന്നത് അവരുടെ കൂടെ അവരുടെ നേരെ എന്ത് ചെയ്തു ഈ ഒരു വലിയ ഈ വിഷമുള്ള ഈ വലിയ പാമ്പ് എന്ത് ചെയ്തു അവരുടെ പിന്നാലെ പോകാനായിട്ട് തുടങ്ങി. ചേനാന്ന് നിന്നൊരു പാതാളമായെന്നും കാണുന്നവരെല്ലാവർക്കും തോന്നും വണ്ണം. അതായത് നമ്മുടെ ഈ പാമ്പ് എന്ത് ചെയ്തു എന്നിട്ട് ആ പാമ്പിന്റെ വാ എന്ത് ചെയ്തു മുഴുവനായിട്ട് തുറന്നു വെച്ചു അല്ലെ. വലിയ പാമ്പാണ്. ആ വലിയ പാമ്പ് എന്ത് ചെയ്തു ആ വായൊക്കെ തുറന്നു വെച്ചു. അപ്പോ പുറമേ നിന്ന് കാണുന്ന ഈ കൃഷ്ണനാണെങ്കിലും കൃഷ്ണന്റെ കൂട്ടുകാർക്കാണെങ്കിലും എന്താണ് വളരെ ഭംഗിയുള്ള അല്ലെ കാണുന്നവരെല്ലാവർക്കും തോന്നും വണ്ണം. ചേനാർന്നു നിന്നൊരു ചേനാർന്നു എന്ന് പറഞ്ഞ എന്താണ് ഭംഗിയുള്ള അല്ലെങ്കിൽ അഴകുള്ള അല്ലെ ഭംഗിയുള്ള ഒരു ഗുഹ പോലെ ആണ് ഈ പാമ്പ് എന്ത് ചെയ്തത് വാ തുറന്ന് വെച്ചപ്പോ ചുറ്റും നിന്ന് കാണുന്നവർക്ക് തോന്നുന്നത് അല്ലെ. അതായത് ഈ പാമ്പ് ഇങ്ങനെ വാ തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പാമ്പിന്റെ വാ കണ്ട പുറമേ നിന്ന് നോക്കുന്ന എല്ലാവർക്കും വളരെ ഭംഗിയുള്ള ഒരു വലിയ ഗുഹ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തോന്നുന്നേ ഉള്ളൂ അല്ലെ. അപ്പോ ആ കൃഷ്ണനെയും കൃഷ്ണന്റെ കൂട്ടുകാരെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വിഷസർപ്പമായിട്ട് മാറി അസുരൻ അവിടെ വന്നത് അല്ലേ. അപ്പൊ ഈ അസുരൻ ഈ കുഞ്ഞുങ്ങളെയും ഈ കൃഷ്ണനെയും ഒക്കെ അപായപ്പെടുത്താൻ വേണ്ടി തന്റെ ഈ വലിയ വാ തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരു ഗുഹ പോലെ വളരെ ഭംഗിയുടെ മനോഹരമായിട്ടുള്ള ഒരു ഗുഹ പോലെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവര് വന്ന് ഈ ഗുഹയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും ഈ പാമ്പിന്റെ വായിലോട്ട് വന്ന് കയറും. അപ്പൊ പാമ്പ് എന്ത് ചെയ്യും വായങ്ങ് അടയ്ക്കും. അങ്ങനെ അവരെ അപായപ്പെടുത്താം എന്ന് ചിന്തിച്ചാണ് ഈ പാമ്പായിട്ട് വന്ന് കിടക്കുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് പറയുന്നില്ല, അത്രേ നിങ്ങൾക്ക് പറയുന്നുള്ളൂ. നിങ്ങൾ അവിടെ വരെ പഠിച്ചാൽ മതി. ഒന്നുകൂടെ വായിക്കാം നോക്കിയേ. കേകികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ കൂകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായപ്പേടിപ്പാനായി യാക്കാമേ എന്നാരോ ഓടിയോടി അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ അന്നരെ പോലെ കരഞ്ഞു പിന്നെ തന്നില തന്നോടും മാറ്റോലി തന്നോടും നിന്നു കളിക്കുകയും പേശുകയും വാനര പാഞ്ഞുമാർ അങ്ങളിൽ കയറുമ്പോൾ വാലിപ്പീടിച്ചും വലിച്ചും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ ഇങ്ങനെ കണ്ണരുമായി കളിക്കുന്നേരം കംസന്റെ ചൊല്ലാനെ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ ക്ഷേളം നിറഞ്ഞൊരു വ്യാളമായ നേരം നീളത്തിൽ മെല്ലെ കിടന്നുകൊണ്ടാൽ ആയിരക്കുമാരന്മാർ പായുന്നതിൻ്റെ വായുപ്പിളർന്നു വഴിക്കു തന്നെ ചേനാർന്നു നിന്നൊരു പാതാളമായെന്നു കാണുന്നവരെല്ലാവർക്കും തോന്നും വണ്ണം അല്ലേ. അതായത് നമ്മുടെ കൃഷ്ണനെയും കൂട്ടുകാരെയും അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് കംസന്റെ നിർദ്ദേശപ്രകാരമാണ് അസുരൻ അവിടെ എത്തുന്നത്. അപ്പോ നമ്മുടെ ഈ കൃഷ്ണനും നമ്മുടെ കൂട്ടുകാരുടെ എന്താണ് വൃന്ദാവനത്തിൽ കളിക്കുകയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മയിലുകൾ എങ്ങനെയാണോ കൂകുന്നത് അതുപോലെ അതിനോടൊപ്പം കൂകിയും കുയിലുകൾ എങ്ങനെയാണോ മധുരമായി പാടുന്നത് അതുപോലെ പാടുകയും പിന്നെ പക്ഷികൾ ആകാശത്തോടെ പക്ഷികൾ പാറി പോകും പറന്ന് പറന്ന് പോകുമ്പോൾ അതിന്റെ നിഴല് പിടിക്കാനായിട്ട് ഓടി കുന്നുകളും മലകളും എല്ലാം കയറി പോകുന്നു. പിന്നെ അരയന്യങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ അതിനെ അനുകരിച്ച് നടക്കുന്നു അല്ലെ. പിന്നെ കുരങ്ങന്മാർ എന്ത് ചെയ്യും മരത്തിൽ ഓടി കയറുമ്പോൾ ആ കുരങ്ങന്മാരുടെ വാലിയെ പിടിച്ച് ബന്ധിക്കുകയൊക്കെ ചെയ്യുന്ന കുരുത്തക്കേടാണ് നമ്മുടെ കൂട്ടുകാർ കൃഷ്ണൻ ചെയ്യുന്നത് അല്ലെ. അപ്പോ പെട്ടെന്ന് എന്ത് ചെയ്യും അവിടെ അസുരൻ കംസന്റെ നിർദ്ദേശപ്രകാരം അല്ലെ കംസന്റെ ചൊല്ലാനെ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ കംസന്റെ നിർദ്ദേശപ്രകാരം അവിടെ വന്ന അസുരൻ ഒരു കാകൻ അല്ലെ ഒരു കാകനെ പോലെ അരയത്തിനടുത്ത് വന്ന് നിന്നു. എങ്ങനെയാണ് ക്ഷേളം നിറഞ്ഞൊരു വ്യാളമായ നേരം നീളത്തിൽ മെല്ലെ കിടന്നുകൊണ്ടാൽ വളരെ വിഷമുള്ള ഒരു വലിയ സർപ്പം വലിയൊരു പാമ്പിനെ പോലെ വന്ന് അരയത്തിനടുത്ത് നീളത്തിലങ്ങ് കിടന്നു. എന്നിട്ട് ആയിരക്കുമാരന്മാർ പായുന്നതിനേരെ വായുവിലർന്നു വഴിക്കു തന്നെ ആയിരക്കുമാരന്മാർ ഈ കൃഷ്ണനോടൊപ്പം കളിക്കുന്ന കൃഷ്ണന്റെ കൂട്ടുകാര് കൃഷ്ണനും എങ്ങോട്ടൊക്കെയാണോ പോകുന്നത് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു വായു തുറന്ന് വെച്ചിട്ട് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പുറകെ ഓടുകയാണ്. ചേനാറിൽ നിന്നൊരു പാതാളമായെന്ന് കാണുന്നവരെല്ലാവർക്കും തോന്നും വണ്ണം ഈ പാമ്പ് എന്ത് ചെയ്തിട്ട് തന്റെ വാ വലുതായി തുറന്നു വെച്ചു. വലുതായി തുറന്നു
ബുദ്ധൻ എന്നാണ് ഈ ദാനവന്റെ അർത്ഥം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മളുടെ ആദ്യത്തെ പാഠം. ചെറുശ്ശേരിയാണ് അത് എഴുതിയത്. കൃഷ്ണഗാഥയിൽ നിന്നും എടുത്ത ചെറുശ്ശേരി എഴുതി കൃഷ്ണഗാഥയിൽ നിന്നും എടുത്ത കുറച്ച് വരികളാണ് നിങ്ങളുടെ ഈ ഒരു കാട്ടിലെ കളി എന്ന ഒന്നാമത്തെ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അപ്പുറത്തെ പേജ് നമ്പർ 6 നോക്കിയേ. 6 കവിത ഈണത്തിൽ ചൊല്ലുക. നിങ്ങൾക്ക് ആദ്യം തന്നിരിക്കുന്നത് കവിത ഈണത്തിൽ ചൊല്ലുക, പാഠഭാഗം ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കുക. ടീച്ചർ ആദ്യം ഒരു ഈണത്തിൽ പറഞ്ഞില്ല, അതുപോലെ നിങ്ങൾ ഈണത്തിൽ ഒന്ന് സ്വന്തമായിട്ട് പാടി ടീച്ചറിന് ഒരു വീഡിയോ അയച്ചു തരണം കേട്ടോ. മറക്കല്ലേ, പാട്ട് നോക്കി കാണാതല്ല നോക്കി പാടി എന്ത് ചെയ്യുക, ടീച്ചറിന് ഒന്ന് അയച്ചു തരിക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ പദപരിചയമുണ്ട്. പദപരിചയം അതായത് അർത്ഥമാണ്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ നോട്ട്ബുക്കിലോട്ട് ഒന്ന് എഴുതുക. ഈ പദപരിചയം കണ്ടോ, പദപരിചയം എന്ന് പറഞ്ഞിട്ട് കണ്ടോ, പദപരിചയം അത് മാത്രം ഒന്ന് നോട്ട്ബുക്കിലോട്ട് എഴുതുക. നമുക്ക് പറഞ്ഞുതരാമേ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കേകിയുടെ അർത്ഥം മയിൽ. പിന്നെ അന്നം എന്ന് പറഞ്ഞിട്ടാണ് അരയന്നം. വാനരം എന്ന് പറഞ്ഞാൽ കുരങ്ങ്. വ്യാളം എന്ന് പറഞ്ഞിട്ടാണ് പാമ്പ്. പിന്നെ കോകിലം എന്ന് പറഞ്ഞാൽ കുയിൽ. പിന്നെ അന്നൽ എന്ന് പറഞ്ഞാൽ ക്രൗഞ്ച പക്ഷി. ടീച്ചർ പറഞ്ഞില്ലേ ഒരു തരത്തിലുള്ള പക്ഷി, ക്രൗഞ്ച പക്ഷി. പിന്നെ പറയുന്നത് ദാനവർ എന്ന് പറഞ്ഞാൽ അസുരൻ. പിന്നെ ആയകുമാരന്മാർ പറഞ്ഞാൽ യാദവ കുമാരന്മാർ. പിന്നെ പറയുന്നത് ഛായ എന്ന് പറഞ്ഞാൽ നിഴൽ. ടീച്ചർ പറഞ്ഞില്ലേ പക്ഷികൾ പറക്കുമ്പോൾ നിഴലിനെ പിടിക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞില്ലേ, നിഴൽ. പേശുക എന്ന് പറഞ്ഞാൽ പറയുക. പിന്നെ ശ്വേളം എന്ന് പറഞ്ഞാൽ വിഷം നിറഞ്ഞ പാമ്പായിട്ട് മാറിയെന്ന് പറയുന്നില്ലേ, ശ്വേളം എന്ന് പറഞ്ഞാൽ വിഷം. ഒന്നുകൂടെ പറയാം. കേകി മയിൽ, അന്നം അരയന്നം, വാനരം കുരങ്ങ്, വ്യാളം പാമ്പ്, കോകിലം കുയിൽ, അന്നൽ ക്രൗഞ്ചപക്ഷി, ദാനവർ അസുരർ, ആയകുമാരന്മാർ യാദവകുമാരന്മാർ, ഛായ നിഴൽ, പേശുക പറയുക, ശ്വേളം വിഷം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, എന്ത് പറയുന്നു? ഇത്രയും കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞ നോട്ട്ബുക്കിലോട്ട് എഴുതുക. ഈ പദപരിചയം അർത്ഥവും ഈ പദ്യം ഒരു വട്ടവും ബാക്കി പദപരിചയം ഒരു 5 വട്ടം വെച്ചും നിങ്ങൾ നിങ്ങളുടെ കോപ്പി റൈറ്റിംഗ് ബുക്കിനകത്തോട്ട് എഴുതി പഠിച്ച് ടീച്ചറിന് അയച്ചു തരണം കേട്ടോ. പദ്യം ഒരു വട്ടം എഴുതി പഠിക്കുക, ബാക്കി അർത്ഥം എന്ത് ചെയ്യുക 5 വട്ടം വെച്ച് എഴുതി പഠിച്ച് കോപ്പി റൈറ്റിംഗ് ബുക്കിനകത്തോട്ട് എഴുതി പഠിച്ച് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഇതെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തോട്ട് ഒരു വട്ടം എഴുതുകയും വേണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കാം. താങ്ക് യു. When there's no more hope is left in me, I can see what comes by